കണ്ണിനും മനസ്സിനും ഇമ്പം തരുന്ന മനോഹരമായ കാഴ്ചകൾ നാം നമുക്ക് ചുറ്റും കാണാറുണ്ട്. പ്രകൃതിയുടെ മനോഹാരിതയും ആഘോഷവും ഉത്സവങ്ങളും അതിൽപ്പെടുന്നു. എന്നാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആത്മാവിന് വരെ സംതൃപ്തി ഉണ്ടാകുന്ന ഒരു മനോഹാരിതയെപ്പറ്റി 133 സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. വാക്യം 1: ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. കുടുംബം, സമൂഹം, സഭ എന്നിവയുമായുള്ള ആത്മാർത്ഥമായ ബന്ധത്തെ അർത്ഥമാക്കിയുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒത്തൊരുമയെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒത്തൊരുമയെ തലയിലൊഴിക്കുന്ന വിശേഷ തൈലത്തോടും ദേശത്തെ കുളിർമയണിയിക്കുന്ന മഞ്ഞിനോടും താരതമ്യം ചെയ്യുന്നു. അത് അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും പ്രതിരൂപങ്ങളായി നിലകൊള്ളുകയാണ്. പരസ്പരം മനസ്സിലാക്കലിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയും ക്ഷമയിലൂടെയും സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും നാം കൈപ്പറ്റുന്ന ഒരു സമ്പത്താണ് ഒത്തൊരുമ അല്ലെങ്കിൽ ഐക്യം. ഇത് കൈവരിക്കുക എളുപ്പമല്ല എങ്കിലും ആത്മാർത്ഥതയും സ്നേഹവും നമുക്കുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഒരു പ്രത്യേകതയായിരുന്നു അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യം, സഹോദരന്മാർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നത്. തന്നിമിത്തമായിരുന്നു പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് അവരിലെല്ലാവരുടെ മേലും വന്നത്. പത്രോസും യോഹന്നാനും ഒരുമനപ്പെട്ട് ശുശ്രൂഷ ചെയ്തിരുന്നു. തന്നിമിത്തമായിരുന്നു പത്രോസ് യോഹന്നാനോടുകൂടെ ഗർഭം മുതൽ മുടന്തനായവനെ നോക്കിയതും അവനെ സൗഖ്യമാക്കിയതും. അവയവങ്ങൾ പലതാണെങ്കിലും ക്രിസ്തു തലയായിരിക്കുന്ന ശരീരം ഒന്നാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഒരു മനം രൂപപ്പെടുന്നത്. ഐക്യത യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല, അത് നാം നിലനിർത്തുന്ന ഒന്നാണ്. പ്രതികരിക്കുന്നതിന് പകരം കേൾക്കാനും പക സൂക്ഷിക്കുന്നതിന് പകരം ക്ഷമിക്കാനും തീരുമാനിക്കുമ്പോൾ ഐക്യം അവിടെ വളരുകയാണ്. നമ്മുടെ കുടുംബ ബന്ധത്തിൽ, സാഹോദരിക ബന്ധത്തിൽ, സഭാവിശ്വാസികളുമായുള്ള ബന്ധത്തിൽ ഇന്നാർക്കെങ്കിലും ആരോടെങ്കിലും കയ്പോ അമക്ഷമോ ഉണ്ടെങ്കിൽ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനും ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കാനും ഇന്ന് തന്നെ തയ്യാറാകുക. നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ബന്ധങ്ങളിലെല്ലാം ഐക്യത്തിൻ്റെ വിത്ത് വിതയ്ക്കാനും സമാധാനമുണ്ടാക്കുവാനും അത് നിമിത്തം മനോഹരമായ ഒത്തൊരുമ സ്ഥാപിക്കാനും എന്നെ സഹായിക്കണമേ. ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.